ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവ് ജയേന്ദ്രേട്ടൻ, പ്രദീപേട്ടൻ, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരെ, സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, ഇന്ന് രാവിലെ തില്ലങ്കേരി നെല്ലിയാട്ടേരിയിൽ വെച്ച് ഇതിന്റെ ഒരു മുസ്ലിം ലീഗിന്റെ ആരാധനാ നേതാവ് അൻസാരി തില്ലങ്കേരി ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് തില്ലങ്കേരിയുടെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാൽനട പ്രതിനിധിയായ ഏതാനും നിമിഷങ്ങളുടെ എത്തിച്ചേരുകയാണ്. കുണ്ടേരിഞ്ഞാലിൽ നടക്കുന്ന ആവേശോജ്വലമായ സ്വീകരണത്തിന് ശേഷം തൊട്ടടുത്ത സ്വീകരണ കേന്ദ്രമായ കരുവള്ളിയിലും അതുപോലെ തന്നെ പിന്നീട് കാവുംപടി തില്ലങ്കേരി കുട്ടിമാവിന് കീഴിൽ ഈ ജാഥ സമാപിക്കുന്നതാണ്. ഈ ജാഥയുടെ ഉദ്ദേശം 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം 1950 ഇന്ത്യ റിപ്പബ്ലിക്കായതിനു ശേഷവും ഇത്രയും കാലഘട്ടം തില്ലങ്കേരി പഞ്ചായത്ത് ഭരിച്ച തില്ലങ്കേരി പഞ്ചായത്ത് ഭരണസമിതി കയ്യാളിയിരുന്ന ഇടതുപക്ഷത്തിന്റെ ഭരണപരാജയത്തിനെതിരെയും അതുപോലെ തന്നെ 1995 കാലഘട്ടം മുതൽ 2000 കാലഘട്ടം വരെ ഭരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബഹുമാനപ്പെട്ട ഈ ജാതികളുടെ നേതൃത്വത്തിലുള്ള ഭരണത്തിന്റെ ഒരു വിലയിരുത്തലും ഞങ്ങൾ ഇവിടെ നടത്തുന്നുണ്ട്. കാരണം ഇത്രയും കാലഘട്ടം ഭരിച്ച് എന്ത് വികസന പ്രവർത്തനമാണ് തില്ലങ്കേരി പഞ്ചായത്തിൽ നടത്തിയത് എന്ന് ജനസമക്ഷത്തെ വിശദീകരിക്കേണ്ട ഒരു ആവശ്യകത ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. എന്താ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഐക്യജനാധിപത്യ മുന്നണിയുടെ സന്ദേശങ്ങൾ, ഐക്യജനാധിപത്യ മുന്നണിയുടെ ഐഡിയോളജി, ഐക്യജനാധിപത്യ മുന്നണി നമ്മുടെ സമൂഹത്തിന് മുന്നിൽ തില്ലങ്കേരി പഞ്ചായത്തിലെ ജനതയ്ക്ക് മുമ്പിൽ വെക്കുന്ന നിർദ്ദേശങ്ങൾ, ഇവ ജനസമക്ഷത്തെത്തിക്കുക എന്നുള്ളതാണ്. ഈ പദയാത്രയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഐക്യജനാധിപത്യ മുന്നണി വെക്കുന്ന ബദൽ നിർദ്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രം, നമ്മുടെ ബഹുമാനപ്പെട്ട നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രം പ്രചരിപ്പിക്കുക എന്നുള്ള ഐക്യജനാധിപത്യ മുന്നണിയുടെ ലക്ഷ്യം. വെറുപ്പിന്റെ നാട്ടിൽ സ്നേഹത്തിന്റെ കട തുറന്നു എന്ന് പറഞ്ഞ മഹാനായ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഒരു മഹത്തായ ഇന്ത്യ സഖ്യം കേരളത്തിലാണെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണി, അതിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രം ഞങ്ങളുടെ അജണ്ടയല്ല. ഞങ്ങൾ സമൂഹത്തിന് മുന്നിൽ വെക്കുന്ന നിർദ്ദേശങ്ങൾ, ഞങ്ങൾ സമൂഹത്തിന് കൊടുക്കുന്ന നല്ല കാര്യങ്ങൾ, അത് ഞങ്ങൾ പ്രചരിപ്പിക്കുകയും വളരെ നയങ്ങൾ തുറന്നു കാട്ടുകയും ചെയ്യുക എന്നതായിരിക്കും UDF-നെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നത്. നമുക്കറിയാം, 5 വർഷക്കാലം ബഹുമാനപ്പെട്ട ഐ ജാനകിയുടെ നേതൃത്വത്തിലുള്ള ഭരണം, ആ കാലഘട്ടത്തെ തില്ലങ്കേരി പഞ്ചായത്തിന് സുവർണ കാലഘട്ടം എന്ന് തന്നെ വിശേഷിപ്പിക്കാം. ആ കാലഘട്ടത്തെ തില്ലങ്കേരി പഞ്ചായത്തിന് സുവർണ കാലഘട്ടം എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനൊരുപാട് പ്രത്യേകതകളുണ്ട്. കാരണം അന്ന് നമ്മുടെ പഞ്ചായത്തിൽ വികസനത്തിന്റെ വെള്ളി വെളിച്ചം വീശാത്ത ഒരു കാലഘട്ടമായിരുന്നു. നമ്മളൊക്കെ ചെറുപ്പകാലത്ത് നമ്മുടെ പ്രദേശത്ത് പെരിങ്ങാനത്തായാലും മച്ചൂർമലയിലായാലും കുണ്ടേഞ്ഞാലായാലും ഇതുപോലുള്ള ഉൾപ്രദേശങ്ങളിൽ ഓലമേഞ്ഞ വീടുകൾ,
ഓടിട്ട വീടുകൾ പോലും ഇല്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ വളരെ വിപ്ലവാത്മകമായ ഒരു പ്രഖ്യാപനമാണ് അന്നത്തെ UDF ഭരണസമിതി നടത്തിയത്. ആ ഭരണസമിതിയിൽ ഉണ്ടായിരുന്നത് I. ജാനകി പ്രസിഡന്റും ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗിന്റെ നേതാവ് പോക്കുവാജി വൈസ് പ്രസിഡന്റുമായിരുന്നു. നമ്മുടെ പ്രദേശത്തുള്ള CB അപ്ലോഡിനെ പോലുള്ള കഴിവുറ്റ പഞ്ചായത്ത് മെമ്പർമാർ ഉൾക്കൊണ്ട ഭരണസമിതിയായിരുന്നത്. നമുക്കറിയാം, ഏതൊരാവശ്യത്തിന് പഞ്ചായത്തിൽ പോയാലും കൊടിയുടെ വ്യത്യാസം നോക്കാതെ കാര്യങ്ങൾ ചെയ്തു കൊടുത്തിരുന്ന ഒരു ഭരണസമിതിയായിരുന്നത്. ഇന്നാണെങ്കിൽ അതുപോലെയാണോ? കൊടിയുടെ നിറം നോക്കി, ആളുകളുടെ തരം നോക്കി ആളുകൾക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു ഭരണസമിതിയാണ് ഇന്ന് നിലവിലുള്ളത്. നിങ്ങൾ എന്ത് വികസനമാണ് ഇവിടെ നടത്തിയത്? ഞങ്ങൾ അന്നത്തെ കാലഘട്ടത്തിൽ ഓലമേഞ്ഞ വീടുകൾ മാറ്റി ഓടിട്ട വീടുകൾ ജനങ്ങൾക്ക് നൽകി. അതുപോലെ തന്നെ ഭവനരഹിതരായ ആളുകൾക്ക് ഭവനങ്ങൾ നിർമ്മിച്ചു കൊടുക്കാൻ നാട്ടിലുള്ള സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടുകൂടി അന്ന് പദ്ധതികൾ ആവിഷ്കരിച്ചു. നിങ്ങൾ എന്ത് വികസന പദ്ധതിയാണ് ഇവിടെ നടപ്പിലാക്കുന്നത്? നിങ്ങൾ ഇവിടെ നടക്കുന്ന വികസന പദ്ധതി കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് ഇവിടെ നടക്കുന്ന വികസനങ്ങൾ ഞങ്ങളുടേതാണ് എന്ന് വരുത്തി തീർക്കുന്ന വികസന പദ്ധതിയാണ്. എവിടെ ഇപ്പോൾ നടപ്പിലാക്കിയ ഒരു പൊതു ശ്മശാനത്തിന്റെ കാര്യം ബഹുമാനപ്പെട്ട നമ്മുടെ നാട്ടുകാരൻ അൻസാരി തില്ലങ്കേരി ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരിക്കെ, അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട മാർഗരറ്റ് ജോസ് ജില്ലാ പഞ്ചായത്ത് നമ്മുടെ ഡിവിഷൻ മെമ്പറായിരിക്കെ, അവരൊക്കെ ചേർന്നുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് നിരന്തര സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് നമുക്കൊരു ശ്മശാനത്തിന്റെ കാര്യങ്ങൾ അനുവദിക്കുകയുണ്ടായി. ആ ഫണ്ട് ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് നടത്തിയ പ്രവർത്തന പരിപാടികൾ ഞങ്ങളാണ് ചെയ്തത് എന്ന് അവർ വരുത്തി തീർക്കുന്നു. നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് ഒരുപാട് കോൺക്രീറ്റ് റോഡുകൾ വന്നിട്ടുണ്ട്. ആ കോൺക്രീറ്റ് റോഡുകൾ കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് തൊഴിലുറപ്പ് പദ്ധതി ഞങ്ങളുടേതാണ് തൊഴിലുറപ്പ് പദ്ധതി എന്ന് കുപ്രചരണങ്ങൾ നടക്കുന്നു. തൊഴിലുറപ്പ് പദ്ധതികൾക്ക് തൊഴിലാളികൾക്ക് യൂണിയൻ ഉണ്ടാക്കുന്നു. അവരോട് കുപ്രചരണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ പാർട്ടി പരിപാടികളിൽ പങ്കെടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് തൊഴിൽ ലഭിക്കില്ല എന്ന് ഭീഷണിപ്പെടുത്തുന്നു. തൊഴിലുറപ്പ് പദ്ധതി ഞങ്ങളുടേതാണെന്ന് പറയുന്നു. ആ തൊഴിലുറപ്പ് പദ്ധതി നമുക്കറിയാം, ഒന്നാം UPA ഗവൺമെന്റ് കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട മൻമോഹൻ സിംഗ് ഗവൺമെന്റ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ പദ്ധതിയാണ്. ആ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ വേണ്ടി ആണവ കരാറിന്റെ പേര് പറഞ്ഞുകൊണ്ട് ആ ഗവൺമെന്റിന് പിന്തുണ പിൻവലിച്ചു പോയവരാണ് ഇടതുപക്ഷം എന്നത്. ആ ഗവൺമെന്റിന് പിന്തുണ പിൻവലിച്ചു പോയ ഇടതുപക്ഷം പിന്നീട് പറഞ്ഞത് ഞങ്ങളാണ് ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന്. രണ്ടാം UPA ഗവൺമെന്റ് വന്നു. രണ്ടാം UPA ഗവൺമെന്റ് കാലഘട്ടത്തിൽ തൊഴിലുറപ്പ് പദ്ധതി ശരിയായ രീതിയിൽ ഇന്ത്യ രാജ്യത്ത് പ്രാവർത്തികമായി. ആ തൊഴിലുറപ്പ് പദ്ധതി നമ്മുടെ പഞ്ചായത്തിലൊക്കെയുള്ള ആളുകളോട് പറയുന്നു, ഞങ്ങളുടേതാണ് തൊഴിലുറപ്പ് പദ്ധതി എന്ന്. അതുപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതിയുടെ ആളുകളെ ഉപയോഗപ്പെടുത്തി റോഡ് നിർമ്മിച്ചുകൊണ്ട് ആ റോഡ് ഉദ്ഘാടനം ചെയ്യുന്നത് ലോക്കൽ സെക്രട്ടറിയും മറ്റുള്ള ആളുകളുമാണ്. എന്ത് തോന്നിവാസമാണ് ഇവിടെ നടക്കുന്നത്? തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി ഉള്ള ഫണ്ട് നിങ്ങളുടെ പഞ്ചായത്തിന്റെ ഫണ്ടാണോ? നിങ്ങളുടെ പഞ്ചായത്തിന്റെ ഫണ്ടാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അത് ഞങ്ങളുടെ വികസനമാണെന്ന് പറയുന്നു. ഇവിടെ നമുക്കറിയാം, ഒരു ഇക്കോ ടൂറിസം പദ്ധതി മച്ചൂർമലയിൽ നടത്താൻ പോകുന്ന ഇക്കോ ടൂറിസം പദ്ധതി ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ഈ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം മച്ചൂർമലയ്ക്ക് വരുന്ന ഇക്കോ ടൂറിസം പദ്ധതി അവർക്ക് സ്വന്തമായി ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? എന്നാൽ ഈ അടുത്ത ദിവസങ്ങളിലായി അവരതിന്റെ ആഘോഷ പരിപാടികൾ നടത്തുകയാണ്, കൊട്ടിഘോഷിക്കുകയാണ്, പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ച് അഭിനന്ദിക്കുകയാണ്. അഭിനന്ദനങ്ങൾ കൊടുക്കുന്നതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച പ്രശ്നമല്ല. പക്ഷേ മച്ചൂർമലയിൽ നടക്കാൻ പോകുന്ന ഇക്കോ ടൂറിസം പദ്ധതി നിങ്ങളെ കൊണ്ടൊറ്റയ്ക്ക് അത് ചെയ്യാൻ പറ്റില്ല എന്ന് വ്യക്തമായ ബോധ്യം തില്ലങ്കേരിയിലെ ജനങ്ങൾക്കുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാപട്യങ്ങൾ, കള്ളപ്രചരണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട്
ഇവിടെ പ്രകടനം നടത്തി അധികാരത്തിലെത്താൻ ശ്രമിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണസമിതി, അതുപോലെ തന്നെ ഇതിലൊക്കെ ഉപരിയായി ഈ കള്ളപ്രചരണങ്ങൾ, ഗീബൽസിയം നുണകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഇവിടെ അധികാരത്തിൽ വരാൻ സാധിക്കില്ല എന്ന് തോന്നുമ്പോൾ അവർ ചെയ്യുന്നത് വോട്ടർ പട്ടികയിൽ തിരിമറി നടത്തുക എന്നതാണ്. വോട്ട് കോൺഗ്രസുകാരുടെയും ലീഗുകാരുടെയും ഐക്യജനാധിപത്യ മുന്നണി ഉൾപ്പെടുന്ന മറ്റു കക്ഷികളിലെയും ആളുകളെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് അവരുടെ വോട്ടുകൾ അന്യായമായി തള്ളിക്കുക. അന്യായമായ വോട്ട് തള്ളിയതിന് ഞങ്ങൾ അതിശക്തമായ പ്രക്ഷോഭ സമരം കഴിഞ്ഞ ദിവസം തില്ലങ്കേരി പഞ്ചായത്ത് നടത്തുകയുണ്ടായി. എന്നാൽ അവരുടെ 25 വർഷം മുമ്പ് കല്യാണം കഴിഞ്ഞു പോയ ആളുകൾക്ക് പോലും, 10-25 വർഷം മുമ്പ് വീട് മാറിപ്പോയ ആളുകൾക്ക് പോലും അവരുടെ പ്രദേശങ്ങളിൽ, പാർട്ടി ഗ്രാമങ്ങളിൽ വോട്ടുണ്ട് എന്നതാണ് അത്ഭുതകരമായ ഒരു വസ്തുത. എന്നാൽ UDF അനുഭാവിക ആളുകൾ ജോലിക്ക് പോയി ജോലി സ്ഥലത്ത് താമസിക്കുന്നു എന്ന കാരണത്താൽ അവരുടെ താമസമല്ല എന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് തള്ളിച്ച വളരെ 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 മോശമായ ഒരു പ്രവൃത്തിയാണ് LDFന്റെ ഭാഗത്തുണ്ടായത്. ഇങ്ങനെ ഏത് മാർഗം ഉപയോഗിച്ചും ജയിക്കുക എന്ന കപടതന്ത്രമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്നേഹമുള്ളവരെ, നിങ്ങൾ വളരെ ബോധവാന്മാരാകേണ്ടതുണ്ട്. കാരണം ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇതുപോലുള്ള കള്ളപ്രചരണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട് ഇവിടെ അധികാരത്തിൽ വരണമെന്നില്ല. ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം നാടിൻ നന്മ ആഗ്രഹിക്കുന്ന ഒരു മുന്നണി എന്ന നിലയിൽ നിങ്ങൾ ഓരോരുത്തരും വളരെ ജാഗരൂകരാകേണ്ടതുണ്ട്. നിങ്ങളുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തുമ്പോൾ അത് പാഴായി പോകാതെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ഞങ്ങൾക്കൊരു കൈത്താങ്ങ് തരണമെന്ന അഭ്യർത്ഥനയുമായാണ് ഞങ്ങൾ ഈ പദയാത്ര നടത്തുന്നത്. ബഹുമാനപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തില്ലങ്കേരി പഞ്ചായത്തിന്റെ അമരക്കാരൻ രാകേഷ് തില്ലങ്കേരി അവർ നയിക്കുന്ന ഈ പദയാത്ര നെല്ലിയാട്ടേരിയിൽ വെച്ച് ഇന്ത്യൻ മുസ്ലിം ലീഗിന്റെ ജില്ലാ സെക്രട്ടറി ബഹുമാനപ്പെട്ട അൻസായി തില്ലങ്കേരി ഉദ്ഘാടനം ചെയ്ത് അനുഗ്രഹിച്ച് ആശീർവദിച്ച് വിട്ട ഈ പദയാത്ര തില്ലങ്കേരിയുടെ ഗ്രാമഗ്രാമാന്തരങ്ങളിലൂടെ ഞങ്ങളുടെ സന്ദേശങ്ങൾ അറിയിച്ചുകൊണ്ട് സഞ്ചരിക്കുകയാണ്. ആ പദയാത്ര ഇപ്പൊ കുണ്ടരഞ്ഞാലിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ നിന്നും തൊട്ടടുത്ത സ്വീകരണ കേന്ദ്രമായ കരുവള്ളിയിലും അതിനുശേഷം കാവമ്പടിയിലും അതിനുശേഷം തില്ലങ്കേരിയിലും സമാപിക്കുന്നതാണ്. വോട്ടിൽ തിരുമുറ നടത്തിക്കൊണ്ടും ഇത്തരത്തിലുള്ള കാപട്യങ്ങൾ അഭിനയിച്ചുകൊണ്ടും നടക്കുന്ന ഈ കപട മുന്നണിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇവിടെ നല്ലൊരു ഭരണം, കഴിഞ്ഞുപോയ കാലഘട്ടത്തിന്റെ ഓർമ്മകൾ സ്മരിക്കുമാറ് ജാനകിയുടെ നേതൃത്വത്തിലുള്ള ഭരണത്തിന്റെ സ്മരണകൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഇനി അങ്ങോട്ട് നമുക്ക് നല്ലൊരു പഞ്ചായത്ത് ഭരണസമിതി ഇവിടെ വരണം എന്ന് ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ വിലപ്പെട്ട സമ്മതിദാനാവകാശം ശരിയായ രീതിയിൽ രേഖപ്പെടുത്തി ഐക്യജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കണമെന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുന്നു. ആ അഭ്യർത്ഥന വേണ്ടി ഞങ്ങൾ ഈ പദയാത്ര നടത്തുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതാവ് ജയചന്ദ്രേട്ടൻ ഇവിടെയുണ്ട്. അദ്ദേഹത്തെ ഇങ്ങനെ അഭിസംബോധന സംസാരിക്കാൻ ശ്രമിക്കുന്നു.